അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. എൻ്റെ പേര് മുഹമ്മദ് നൗഷാദ്, സ്ഥലം പരുത്തിക്കുഴി. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകനാണ്. ഹക്കീമക, നിങ്ങൾ പല കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചത് വളരെ സന്തോഷമുണ്ട്. കാര്യം മുൻപ് നിങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പല ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും നിഷേധാത്മകമായ രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളിൽ മാറ്റത്തിൻ്റെതായ സംസാരങ്ങൾ കണ്ടതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ മറന്നുപോയേക്കാം. കാര്യം നിങ്ങൾക്ക് അല്പം മറതി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തുമായിക്കൊള്ളട്ടെ, ശരി. എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നത് മുഴുവൻ സത്യവിശ്വാസികൾക്കും കാരുണ്യവും അതുപോലെ റഹ്മത്തുമാണ്, അതുപോലെ ശമനമാണത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നു. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. സൂറത്ത് ഇസ്രാഇന്റെ 82-ാമത്തെ സൂക്തമാണ്. അപ്പം വിശുദ്ധ ഖുർആൻ നമുക്ക് ശമനമാണ്, എന്ത് രോഗത്തിനും ശമനമാണ്. അഥവാ നിങ്ങളെ കാര്യവും നിങ്ങൾ വ്യത്യസ്തമായി ഇനി രണ്ടാമത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് പിശാച് ബാധയുടെ ലക്ഷണങ്ങളാണ്. കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇതൊക്കെ നമ്മൾ പരിഹസിക്കുന്ന ഒരു അവസ്ഥകൾ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഓർമ്മിച്ചെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയൊക്കെ പരിഹസിച്ചിട്ടുണ്ടെന്ന്. ഇന്നതിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായാലും അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. മാറ്റങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ലക്ഷണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഇന്റേണൽ ഫിയർ, അഥവാ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആന്തരിക ഭയം, വ്യക്തമായ കാരണമില്ലാതെ ഭയപ്പാട് തോന്നുക. അപരിചിതർ തനിക്ക് ഉണ്ടാക്കുമോ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു തരം ഭയപ്പാടാണ്. പിന്നെ അതുപോലെ തന്നെ ചില ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, എല്ലാത്തിലോട്ടും നമ്മൾ കടക്കുന്നില്ല. ചില പോയിന്റുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അഥവാ വ്യക്തിത്വ ഭംഗം. തന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുമോ, തന്റെ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കുമോ എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാവൂല. എവിടെ എന്ത് പറയണമെന്ന് അറിയില്ല, എവിടെയും എന്തും വിളിച്ചു പറയുന്ന അവസ്ഥകൾ ഉണ്ടാകും. അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്പീച്ച് ഡിസോർഡർ. സംസാരിച്ചു വരുമ്പോൾ സംസാരത്തിൽ വൈകല്യങ്ങൾ ചില സന്ദർഭത്തിൽ സംഭവിച്ചേക്കാം. അതും ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. അത് എപ്പോഴും ഉണ്ടാകില്ല. ഈ ആൾക്ക് ഒരു പ്രത്യേകതരം ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ഇത് അത്തരം ടെൻഷൻ അല്ല. ഇത് അത്തരം രീതികളിൽ ആളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവരെ ചിലപ്പോൾ എന്തും പറഞ്ഞു കളയുന്ന ഒരു നിലപാടുകൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത്തരം നിലപാടുകൾ ഒരിക്കലും പാടില്ല. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും, അതിന്റെ ലക്ഷണങ്ങൾ പറയുവാൻ സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റിംഗ് ഡിസ്പ്യൂട്ട് ആൻഡ് ഡിസ്കോർഡ്, അഥവാ വ്യക്തികൾ തമ്മിൽ വെറുപ്പും പകയും വളർത്തി അതിലൂടെ ശത്രുതയും ബന്ധം വേർപെടുത്തലും ഉണ്ടാക്കൽ. ഇങ്ങനെ പല രീതിയിലും ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുവാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടുവരുന്ന കാര്യങ്ങളാണ്. ഇനിയും പല വിഷയങ്ങളും ഉണ്ട്. നാം അതൊക്കെ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും സൂചിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ നിലയിൽ മനസ്സിലാക്കി എടുക്കേണ്ട വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പല വിഷയങ്ങളും നമുക്ക് പറയേണ്ടതുണ്ട്. എന്തായാലും കാര്യങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായ വിഷയങ്ങൾ നിങ്ങളും എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറയുക ഇൻഷാ അല്ലാഹ്. ശരി എന്നാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.